BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നെന്മാറ സജിത വധക്കേസ് ചെന്താമര കുറ്റക്കാരനെന്ന കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി മറ്റന്നാളായിരിക്കും കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ച കോടതിയോട് ഇല്ലെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചു. യാതൊരു ഭയമില്ലാതെയും കൂസലില്ലാതെയുമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയുള്ള കോടതി വിധി ചെന്താമര കേട്ടുനിന്നത്. രാവിലെ കോടതിയിൽ എത്തിച്ചപ്പോഴും വിധിക്ക് ശേഷവും പുറത്തിറക്കിയ ശേഷവും ചെന്താമര ഒന്നും പ്രതികരിച്ചില്ല. അതിനിടെ ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ നൽകണമെന്ന് കൊല്ലപ്പെട്ട സജിതയുടെ മക്കളും അമ്മയും പറഞ്ഞു. ഇതിനിടെ ചെന്താമരയെ ഭയന്ന് പ്രധാന സാക്ഷി പുഷ്പ തമിഴ്നാട്ടിലേക്ക് പോയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയതോടെ ചെന്താമരയ്ക്ക് നാടിനോടും നാട്ടുകാരോടും ഉണ്ടായിരുന്നത് കൊടും പകയായിരുന്നു. ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് അയൽക്കാർ കാരണമാണെന്നും ഇവരുടെ കൂടോത്രമാണ് എന്നുമുള്ള സംശയവും ചില അന്ധവിശ്വാസങ്ങളുമായിരുന്നു ചെന്താമരയുടെ പകയ്ക്ക് കാരണം. ഒടുക്കം 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിത ആ പകയുടെ ആദ്യ ഇരയായി. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയം വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്തു കയറി സജിതയെ ചെന്താമര വെട്ടിക്കൊന്നു. കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ സെപ്റ്റംബർ 3 പോലീസ് പിടിയിലായി. പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര നാട്ടുകാർക്ക് നേരെ നിരന്തരം ഭീഷണി ഉയർത്തി. അയൽക്കാരിയായ മറ്റൊരു സ്ത്രീയെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലെ വീട്ടിൽ തുടർന്ന ഇയാൾ 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം ഒളിവിൽ പോയി. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടി. സജിത വധക്കേസിൽ ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. 2020 കുറ്റപത്രം സമർപ്പിച്ചത്. ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെ ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഒക്ടോബർ 5 വാദം പൂർത്തിയായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് 60 സീറ്റുകളിൽ മത്സരിച്ചേക്കും. ആർജെഡിയുമായി ധാരണ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 60 സീറ്റുകളിൽ മത്സരിച്ചേക്കും. ആർജെഡിയുമായി ധാരണയിലെത്തി. മഹാസഖ്യത്തിൽ കോൺഗ്രസും ആർജെഡിയും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി. 58 സീറ്റുകൾ കോൺഗ്രസിന് നൽകാം എന്നായിരുന്നു ആർജെഡിയുടെ നിലപാട്. എന്നാൽ 60 സീറ്റുകളെങ്കിലും നൽകണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം ആർജെഡി അംഗീകരിച്ചു. ഇടതുമുന്നണികൾക്ക് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകും. ആർജെഡി നേതാവ് തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്നും മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സൂചനകളുണ്ട്. ഇതിനിടെ 101 സീറ്റുകളിൽ ബിജെപി മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ബീഹാർ റോഡ് വികസന മന്ത്രി നിതിൻ നബിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം IRCTC അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും എതിരെ കുറ്റം ചുമത്തിയതിൽ ബീഹാറിനെ കൊള്ളയടിച്ചവർ ശിക്ഷിക്കപ്പെടണമെന്നും മന്ത്രി നിതിൻ നബീൻ പ്രതികരിച്ചു. അതിനിടെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയ കേസിൽ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹാനിക്കും കോടതി സമൻസ് അയച്ചു. കൊല്ലത്ത് വില കുറച്ച് മീൻ വിറ്റതിന് കച്ചവടക്കാരന് മർദ്ദനം. കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചു. കൊല്ലം ഭരണിക്കാവിൽ വില കുറച്ച് മീൻ വിറ്റതിന് മർദ്ദനം. കണ്ണൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു 2 അംഗ സംഘത്തിന്റെ ആക്രമണം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. മത്സ്യമെടുക്കുന്നതിനായി നീണ്ടക്കരയിലേക്ക് കണ്ണൻ പോകുവാനായി ഒരുങ്ങുന്നതിനിടെയാണ് വീടിന് സമീപം ഒളിച്ചിരുന്ന 2 പേർ ഇയാളെ മർദ്ദിച്ചത്. കമ്പി കൊണ്ട് ശരീരത്തിൽ അടിക്കുകയായിരുന്നു. തടഞ്ഞപ്പോഴേക്കും കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തുവെന്നും കണ്ണൻ പറഞ്ഞു. സമീപത്തെ കടകളിലേക്കാൾ വില കുറവിൽ മീൻ വിറ്റതാണ് മർദ്ദിക്കുവാൻ ഇടയാക്കിയത്. കണ്ണൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തടയാനായെത്തിയ ഇയാളുടെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ KPCC പോലെ ഒരു ടീമാണ്. പാർട്ടി തീരുമാനം അബിൻ വർക്കി അംഗീകരിക്കണമെന്ന് PJ കുര്യൻ. പാർട്ടിയുടെ തീരുമാനം അബിൻ വർക്കി അംഗീകരിക്കണമെന്ന് PJ കുര്യൻ. ഇഷ്ടമായതും അല്ലാത്തതുമായ എല്ലാ തീരുമാനങ്ങളും പാർട്ടിയിൽ നിൽക്കുമ്പോൾ അംഗീകരിക്കണം. അബിൻ വർക്കിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം.
യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എല്ലാ കോൺഗ്രസുകാരും അംഗീകരിക്കുന്നതാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തതെന്നും പി.ജെ. കുര്യൻ വ്യക്തമാക്കി. പാർട്ടി അവസാനമായി തീരുമാനമെടുത്താൽ അതെല്ലാവരും അംഗീകരിക്കണം. യൂത്ത് കോൺഗ്രസിന് ഒരു ടീമിനെ നിയോഗിച്ചത് നല്ല കാര്യം. കെപിസിസി പോലെ ഒരു ടീമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ പോകേണ്ടതും എംഎൽഎയുടെ ജോലികൾ ചെയ്യേണ്ടതും കടമയാണ്. ഭരണഘടന ഉത്തരവാദിത്വമാണ്. രാഹുലിന്റെ കാര്യത്തിൽ നടപടിയെടുത്തതാണ്, ഇനി അത് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയം വീണ് കിട്ടിയ അവസരമായി കാണുന്നില്ല. ശബരിമല പോലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത് ആരാണെന്ന് കണ്ടെത്തണം. യഥാർത്ഥ കള്ളന്മാരെ ഉടൻ കണ്ടെത്തണമെന്നും പി.ജെ. കുര്യൻ ആവശ്യപ്പെട്ടു. പ്രാവ് ഇലക്ട്രിക് വയറിൽ കുടുങ്ങി രക്ഷിക്കുന്നതിനിടെ അഗ്നിശമന സേനാംഗം ഷോക്കേറ്റ് മരിച്ചു. മഹാരാഷ്ട്രയിൽ അഗ്നിശമന സേനാംഗം ഷോക്കേറ്റ് മരിച്ചു. ഇലക്ട്രിക് വയറിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷിക്കുന്നതിനിടെയാണ് സംഭവം. ഉത്സവ് പാട്ടീലാണ് അന്തരിച്ചത്. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവം. ദിവാഷിൽ റോഡിലെ ഖാർഡിഗാവിലെ സുദാമ റെസിഡൻസിക്ക് സമീപം ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. ടോറന്റ് പവർ കമ്പനിയുടെ ഓവർഹെഡ് വയറുകളിൽ പ്രാവ് കുടുങ്ങിയതായി താനെ ഫയർ ബ്രിഗേഡിന് ഫോൺ സന്ദേശം ലഭിച്ചു. ദിവ വീറ്റ് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനത്തിനിടെ 2 അഗ്നിശമന സേനാംഗങ്ങൾ അബദ്ധത്തിൽ ഒരു ഹൈ ടെൻഷൻ ഇലക്ട്രിക് കേബിളിൽ സ്പർശിക്കുകയും വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്തു. അവരെ ഉടൻ തന്നെ കൽവയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവയിലെ ദത്തിവാലി സ്വദേശിയായ ഉത്സവ് പാട്ടീലാണ് മരിച്ചതെന്ന് താനെ ഫയർ ബ്രിഗേഡിന്റെ ചീഫ് ഫയർ ഓഫീസർ ഗിരീഷ് സലാക്കെ സ്ഥിരീകരിച്ചു. പാൽഘറിലെ വാഡ സ്വദേശിയായ ആസാദ് പട്ടേൽ എന്ന പരിക്കേറ്റ ഉദ്യോഗസ്ഥന് കൈക്കും നെഞ്ചിനും പൊള്ളലേറ്റു. ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിന് അഗ്നിശമന സേനാംഗങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ലെന്ന് താമസക്കാരും സാമൂഹിക പ്രവർത്തകരും ആരോപിക്കുന്നു. വൈദ്യുതി വിതരണം വിച്ഛേദിക്കുവാൻ ബന്ധപ്പെട്ട കമ്പനിയെ മുൻകൂട്ടി അറിയിക്കുന്നത് പോലുള്ള സ്റ്റാൻഡേർഡ് സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് താമസക്കാർ അവകാശപ്പെട്ടു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മാവോയിസ്റ്റ് നേതാവും 60 കേഡറുകളും തോക്ക് താഴെ വച്ച് കീഴടങ്ങി. പൊളിറ്റ് ബ്യൂറോ അംഗം മല്ലു ജ്വല വേണുഗോപാൽ റാവു കീഴടങ്ങി. മാവോയിസ്റ്റ് നേതാവും കേഡറുകളും തോക്ക് താഴെ വച്ച് കീഴടങ്ങി. പൊളിറ്റ് ബ്യൂറോ അംഗം സോനു എന്ന മല്ലു ജ്വല വേണുഗോപാൽ റാവുവാണ് കീഴടങ്ങിയത്. 60 കേഡറുകളും തോക്ക് താഴെ വച്ച് കീഴടങ്ങി. മഹാരാഷ്ട്രയിലെ ഗജ് റോളിയിലാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും രാജ്യത്തുടനീളമുള്ള സംസ്ഥാന സർക്കാരുകളുടെയും നേതൃത്വത്തിൽ പോലീസ് നടത്തിയ തുടർച്ചയായ ഓപ്പറേഷനുകളുടെ ഫലമായാണ് കീഴടങ്ങൽ നടന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ ANI-യോട് വ്യക്തമാക്കി. സെപ്റ്റംബറിൽ സോനു ആയുധങ്ങൾ താഴെ വയ്ക്കുവാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഛത്തീസ്ഗഡിലും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലുമുള്ള മാവോയിസ്റ്റ് കേഡറുകളുടെ ഒരു വലിയ വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചു. പോലീസ് പറയുന്നതനുസരിച്ച് നിരവധി ഉപമേഖലാ ബ്യൂറോകളിൽ നിന്നും സോനുവിന്റെ നിലപാടിന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. താനും മറ്റ് നിരവധി പേരും വെടിനിർത്തലിന് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ ഓഗസ്റ്റിൽ അദ്ദേഹം പുറത്തിറക്കിയിരുന്നതായും പോലീസ് അവകാശപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ബോംബ് വച്ച് തകർക്കും. വ്യാജ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തുവാൻ അന്വേഷണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ബോംബ് സ്ഫോടനത്തിലൂടെ തകർക്കുമെന്ന വ്യാജ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തുവാൻ അന്വേഷണം ആരംഭിച്ചു. മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. ബോംബ് ഭീഷണി സന്ദേശത്തിന് പിന്നാലെ അണക്കെട്ടിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞായറാഴ്ച രാത്രിയാണ് തൃശൂർ ജില്ലാ കോടതിയുടെ മെയിൽ ഐഡിയിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബോംബ് സ്ഫോടനത്തിൽ തകർക്കുമെന്ന ഇമെയിൽ സന്ദേശം എത്തിയത്. തൃശൂർ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് വിവരം കൈമാറിയതിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വ്യാജ ഭീഷണി സന്ദേശമായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതിന് പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിനായി നിയോഗിച്ചത്. സന്ദേശം എത്തിയ മെയിൽ ഐഡിയുടെ വിവരങ്ങൾ തേടി മൈക്രോസോഫ്റ്റിനും കത്തയച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.